ഹായ്, ഇന്ന് ഡിസംബർ 1 അഖിലയുടെ കല്യാണ ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 6:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ സാരി ഉടുക്കാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരി ഭാഗ്യയുടെ അടുത്താണ്. അപ്പോൾ 3 ദിവസം മുന്നേ ഞാൻ സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെ കയ്യിൽ കൊടുത്തിരുന്നു. ഈ സാരി ഉടുത്ത് ഇറങ്ങിയിട്ട് വേണം ഹെയർ സെറ്റ് ചെയ്യാൻ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ ശ്രീമൂലം ക്ലബ്ബിൽ വെച്ചാണ് കല്യാണം. 10 മണിക്കാണ് സ്വീകരണം. അപ്പോൾ ഒരു 9 മണിയോട് കൂടി നമ്മൾ ഫ്രണ്ട്സും കസിൻസും എല്ലാവരും ശ്രീമൂലം ക്ലബ്ബിൽ ജോയിൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എപ്പോൾ എത്തും, എങ്ങനെ സമയം പോകും എന്നുള്ളത് അറിയത്തില്ല. ബട്ട് എന്തായാലും 10 മണിക്ക് മുന്നേ എന്തായാലും നമ്മളെത്തും. 9 മണിക്ക് ചെന്നാൽ അവളെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാതെ എന്നുള്ളൊരു പ്ലാനിലാണ്. എന്ത് ഡിലേ ആണ് പൊന്നു? ഇങ്ങനെയാണോ? ഇത് എന്ത് ഡിലേ ആണ്? അയ്യോ, എന്റെ ബാഗ്. ഒരു കാര്യത്തിന് പോകുമ്പോ ഫ്രണ്ടിന്റെ കല്യാണല്ലേ? ഇല്ല ഉണ്ട്. എന്റെ കണ്ണു ഇത് എല്ലാം ചുവന്ന ശരിയാണ്. നേരെ ഈസ്റ്റ് പോട്ടെ. ഈസ്റ്റ് പോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദ കോളേജ്. ഞാൻ പറഞ്ഞുതരാം. അച്ചു, ഹൗ വാസ് ദ ഡ്രൈവ്? വണ്ടി ഓടിച്ച് തുടങ്ങിയുള്ളൂ. അതല്ല, ഇന്നലത്തെ കുഴപ്പമൊന്നുമില്ല. 200 കിലോമീറ്റർ 209 കിലോമീറ്റേഴ്സ് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിപ്പിച്ചു. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് ലെഫ്റ്റ് കൊച്ചിന്ന് തിരുവനന്തപുരം വരെ വന്നു അഖിലയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ്. ഇത് നമ്മുടെ ജഗതി. പോകുന്നത് ഭാഗിയുടെ വീട്ടിലോട്ടാണ്. ഭാഗി, സായി, സുമി. ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് നേരെ പോണേ. ഭാഗി, സുമി, ശിവയൊക്കെ പവിയൊക്കെ താമസിക്കുന്ന ഇവിടെ നിങ്ങോട്ട്. ഫോൺ എവിടെ? അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്നത് ഭാഗിയുടെ വീട്ടിലേക്കാണ്. ഞാൻ പറഞ്ഞു വന്നത് സുമി, സായി, ദൃശ്യ, നമ്മുടെ സായി ദൃശ്യ സായിയും എല്ലാരും താമസിക്കുന്ന വീട്ടിലേക്കാണ്. ഭാഗി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് കൊടുക്കും. സായി അല്ല, ഭാഗ്യാണ് നമ്മുടെ കോളേജില് നേരെ പോണേ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ ക്ലാസ്സിലൊരു 3 പേരുണ്ട് സാരി ഉടുപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നേരത്തെ തലേ ദിവസമേ പറഞ്ഞേക്കാം, ഞാൻ ഭാഗ്യയുടെ അടുത്ത് വരാം, ഞാൻ പീരിയഡ് അടുത്ത് ചെല്ലാന്നൊക്കെ. അപ്പൊ അവരാണ് നമുക്ക് സാരി ഉടുപ്പിച്ച് തരാറ്. ഒന്നുമില്ല ഗൈസ്, ഡ്രേപ്പിസ്റ്റിന് കാശ് കൊടുക്കാൻ പറ്റില്ലാത്തോണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ ബലിയാടാക്കുന്നു. അതല്ലാതെ ഈ പറയുന്ന സാധനം എന്തോരം പോളിഷ് ചെയ്തെന്ന് പറഞ്ഞാലും അതല്ല, സാരി മാത്രമായിട്ട് ഉടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോ ഹെയർ മാത്രം സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരിടവും എനിക്ക് സെറ്റ് ചെയ്ത് തരുന്നില്ല. ഇപ്പൊ പാറ പോകുന്നിടത്ത് ഹെയർ മാത്രം സെറ്റ് ചെയ്യൂലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നിടത്ത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഭാഗ്യം ഇവിടെ ഉള്ളപ്പോ ഞാൻ പിന്നെ എന്തിനാ സാരി വെറുതെ പുറത്ത് കൊടുക്കുന്നത്? ആ ഭാഗ്യാണ് നമുക്ക് കോളേജിലെല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് നേരെ പോണം. അച്ഛൻ ഇവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല, ബ്ലഡി ഫുൾ. നേരെ പോണം. അപ്പൊ അങ്ങനെ ഞങ്ങള് സാരി ഉടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. അവക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്. അപ്പൊ ലേറ്റ് ആയോന്ന് എനിക്കറിയത്തില്ല, അവള് എണീറ്റോന്നും എനിക്കറിയത്തില്ല. അവള് ഒരു ഉറക്കഭ്രാന്തിയാണ്. അപ്പൊ അവളെ എണീറ്റില്ലെങ്കിൽ അവളെ എണീപ്പിക്കണം. സായി വീട്ടിൽ കാണുമെന്ന് അറിയത്തില്ല. നേരെ അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കേ, ഇതാണ് അച്ചു ഹരിദാസ്. ഇവിടുന്ന് റൈറ്റ്. തിരുവനന്തപുരം ഉണർന്നിട്ടില്ല. തിരുവനന്തപുരം ഇഷ്ടപ്പെട്ടോ? തിരുവനന്തപുരം ഇതുപോലെ സ്ഥലത്തിന്റെ പേര് കൊടൈക്കനാലും അല്ലേ? കുറച്ച് തണുപ്പുണ്ട് ഇന്ന് കുറച്ച് തണുപ്പ്. ഇന്നല്ല, നമുക്ക് പോവാം. ഒരു പ്രശ്നമില്ല, പൊക്കോ. പ്രശ്നമില്ല. ഇവിടെ നമ്മളിപ്പോ സ്റ്റാച്യൂലെത്തി. അടുത്തതാണ് ആയുർവേദ ഹോസ്പിറ്റൽ. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം. നേരെ ഇതാണ് നമ്മുടെ ആയുർവേദ കോളേജ്. നേരെ പോവുക. ഇതാണ് നമ്മുടെ സുപൂത്തി. ഇതാണ് നമ്മുടെ ഭാഗി. പാവം, ഞാൻ ഉറക്കത്തിൽ എണീപ്പിച്ചോടി നിന്നെ. അച്ചു, സായി ഉണ്ടോ? എത്ര മണിയാവും കോളേജിലാ? ഓക്കെ, അവിടെ തിരിക്കാൻ 7 മണിയായി.
അച്ചു കാറ് പാർക്ക് അവിടെ പാർക്ക് ചെയ്തു. ഓക്കെ 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 സെറ്റാണ് അതെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 7 o'clock ആയി. ഇനി സാരി ഉടുത്തിട്ട് ഞാൻ 8 മണിക്കാണ് ഹെയർ സെറ്റ് ചെയ്യുന്നിടത്ത് വരാമെന്ന് പറഞ്ഞത്. കുറച്ചുകൂടി ഇറങ്ങും. ഈ സാരി ഓൾറെഡി ഹാഫ് ഡ്രേപ്പ് ചെയ്ത് വച്ചേക്കുവാണ്, പ്ലീറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വച്ചേക്കുവാണ്. അപ്പോൾ അതിനി എൻ്റെ ബോഡിയിലോട്ടൊന്ന് യോജിപ്പിച്ചാൽ മതി. അതെ ഞങ്ങളിതാ ഇവിടെ എത്തി. സായി ഇല്ല, സായി വീട്ടിൽ പോയി. കഥകൊക്കെ തുറന്ന് വിശാലമാക്കി ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ബാഗ് സാരി ഓൾമോസ്റ്റ് എടുത്തു കഴിഞ്ഞു. ഒതുക്കമില്ലല്ലേ സാരിക്ക്, അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, സെറ്റായി വരുന്നുണ്ടല്ലേ അച്ചു? സെറ്റായി വരുന്നുണ്ട്. നീയാണോ കുലസ്ത്രീ? ഞാൻ ഈ കണ്ണാടിയൊക്കെ മാറ്റി. ഒരു കല്യാണം ആയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എന്തോരം എഫേർട്ടാണ് ഗൈസ്. അതെ, സാരി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചെലവിലാ. ആകെയുള്ള 72 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. 233 ഫ്രണ്ട്സ്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡോക്യുമെന്റേഷൻ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാരുടെ കല്യാണമൊക്കെ നടക്കുമ്പോൾ ഇതേപോലെ വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ ഒന്നിനും നടക്കാറില്ല. അപ്പൊ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു എന്നാ എന്തായാലും എടുക്കാം. ഇതിപ്പോ എഡിറ്റ് ചെയ്തിടുമെന്ന് എനിക്ക് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി എന്റെ മൈൻഡും എല്ലാം കൂളും അങ്ങനെയാണ്. അപ്പൊ എടുക്കാന്ന് കരുതി നമ്മുടെ അഖിലയുടെ കല്യാണമല്ലേ, ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. മറ്റേത് ആരെങ്കിലും എനിക്ക് പറയട്ടെ. ഞാൻ ലാസ്റ്റ് ഘട്ട പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് ഗൈസ്. ഇതാണ് അല്ലടാ, അത് വേറൊന്നുമില്ല. അതാ ഓരോന്നിന്റെ ഇടയ്ക്ക് അത് വെച്ചിട്ട് താഴത്തേക്ക് വലിച്ചാൽ മതി. ഇല്ല, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, സാരി ഡ്രപ്പിംഗ് വീഡിയോസ്, മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സാറ്റിസ്ഫൈങ് വീഡിയോസ് വരും. അസാപ്പ് ഈ കലാപരിപാടി തന്നെയും ചെയ്യാൻ പറ്റുമോ ബാക്കി? പോലെ സെറ്റാണ്. നമ്മുടെ കോളേജിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും നമുക്കൊരു 2-3 ആൾക്കാരുണ്ട്. 10-15 പേരായിട്ട് ഈ 2-3 ആൾക്കാരെ എടുത്തോട്ടെ നമുക്ക്. ബാഗിക്ക് ഒരു 10 പേര്. ഇവരെല്ലാരും ഉടുപ്പിച്ചിട്ടായിരിക്കും ഇവർ ഉടുക്കുന്നത് അല്ലേ? അതൊക്കെ ബാഗി, അബി, പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ, അശ്വതി ഉടുപ്പിക്കും. മുതലെടുപ്പാണല്ലോ സജി. നമ്മള് ഹോസ്റ്റലിൽ പൈസ മേടിക്കണായിരുന്നു. എന്നാ കുറച്ച് സമ്മതിക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ബാഗിന്റെ ഫീസ് കാണിക്കേ. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം. ഡോക്യുമെന്റേഷൻ ഇടുവൊന്നുമില്ല. സക്സസ്ഫുള്ളി സാരി ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്. ബാഗി കെട്ടിയ കെട്ടിടം പകുതിയായിട്ട് ഇനി ബാക്കി കെട്ടണം. ബാഗി പാവ രാവിലെ എണീറ്റ് എനിക്ക് വേണ്ടി സാരിയൊക്കെ തേച്ച് സെറ്റാക്കി ഉടുപ്പിച്ചു തന്നു. പിന്നെ നമുക്കിനി മേക്കപ്പ് ചെയ്യണം. നേരെ പോവാം. വ്ലോഗാണ്. ഈ റൂമില് കുറെ സുന്ദരികളുണ്ട്. എല്ലാ സുന്ദരികളും നോക്കി സാരി എടുത്ത് നാടോടി മങ്ക, മലയാളി മങ്ക. എന്നൊരു പേര് പരിചയപ്പെടുത്തി കൊടുക്കും. അശ്വിനി, ലക്ഷ്മി, പാർവതി, ഗായത്രി, ഐശ്വര്യ. അഖിലയുടെ കല്യാണമാണ് ഗൈസ്. നമ്മളെല്ലാം റെഡിയായിലേക്കാണ് കല്യാണത്തിന് പോകുന്നത്. അതെ. അഖില എന്തായാലും അത് പിടുത്തോണ്ടോ? ഇല്ല. എല്ലാ സുന്ദരികളാ. ഇപ്പൊ ഈ റൂമ് മൊത്തം സുന്ദരികളാ. ആരെ നോക്കണമെന്ന് അറിയത്തില്ല, എല്ലാരും ബ്യൂട്ടിഫുൾ. അഖില സ്പെഷ്യൽ ഡേയില് നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും റെഡിയായി. അയ്യോ ഞാനും. എന്താ തോന്നണ പാറു? നമ്മൾ എങ്ങോട്ടാ പോണേ പാറു? അഖിലയുടെ കല്യാണത്തിന് പോവാണ്. ഇതിന്റെ ഇടയ്ക്ക് അഖില വിളിച്ചിരുന്നു നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. അത് വാങ്ങിക്കണം.
സ്റ്റോർ കാണത്തില്ലേ? ആ ജംഗ്ഷനിൽ അപ്പുറത്തുണ്ട്. പാറു, എന്താണ് പാറുവിന് പറയാനുള്ളത്? നമ്മൾ അഖിലയുടെ കല്യാണത്തിന് പോവാണ്. അവളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഭയങ്കര ഒരു എന്താ പറയാ, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. അവളെ ബ്രൈഡായിട്ട് കാണാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ഫോട്ടോയിൽ പോലും കണ്ടില്ല. അവിടെ എത്തിയിട്ട് നേരിട്ട് കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ഫോട്ടോ ചോദിച്ചില്ല, അതുകൊണ്ട് അടിപൊളിയായിരിക്കും. ഓഫ് കോഴ്സ് അവള് സുന്ദരിയാണ്. പിന്നെ ഒരുങ്ങുമ്പോഴത്തേക്കും സൂപ്പർ ആയിരിക്കും. അത് അമ്മയുണ്ട്, അച്ചു ഉണ്ട് ഇവിടെ. അച്ചു കാർ ഓടിക്കുന്നു, കണ്ടില്ല. ഡ്രൈവിംഗ് ആൻഡ് അമ്മക്കുട്ടി ഇവിടെ ഉണ്ട്. അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ പാലക്കാട് ജഡ്ജ്മെന്റിന് പോയി. അച്ഛൻ വരൂല. പാറുവിന്റെ മേക്കപ്പും കൊള്ളാം, സുന്ദരിയാണ്. ഇനി അടുത്ത ഗ്രൂമിനെ നമുക്ക് തപ്പണം. അതെ. ഇനി സിംഗിൾസ് വാച്ചിങ് ദിസ് വ്ലോഗ്, ഇവളുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഈസ് പാർവതി പ്രഭ. പാർവതി പ്രഭ, ഗ്രീൻ ലേഡി. അടിപൊളി, നല്ല കാണിക്കുന്നുണ്ട്. അഖിലുവിനെ പറ്റി എന്താ അമ്മക്ക് പറയാനുള്ളത്? അഖിലുവിന്റെ കല്യാണമാണെന്ന് പറയൂ. അമ്മയ്ക്ക് അറിയാലോ, എന്റെ 5ാം ക്ലാസ് തൊട്ടുള്ള എന്റെ കൂട്ടുകാരിയാണ്. നമ്മൾ 3 പേരും ഒരുമിച്ച്, നമ്മൾ 3 പേരും ഒരുമിച്ചാണല്ലോ നടക്കുന്നത്. അഖിലയുടെ കല്യാണം ഇങ്ങനെ നീ എപ്പോഴും പറയുന്നത് കൊണ്ട് എനിക്കൊരു ആരായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് മീറ്റ് ചെയ്യാൻ പോവാണ്. സന്തോഷം. ഇനി അടുത്ത ഉടനെ എനിക്ക് പാറുവിന്റെ കല്യാണവും കൂടണം. നിങ്ങൾ എല്ലാരും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ പാറുവിന്റെ കല്യാണവും കൊതിച്ചിരിക്കുകയാണ്. അത് നമ്മള് കൊതിച്ചിരിക്കുകയാണ് പാറുവിനൊരു കൂട്ട് കിട്ടാൻ വേണ്ടിട്ട്. കൊതിക്കാലോ, പാർട്ണറൊക്കെ പാറുവിനെ ആരെ കെട്ടണം എന്നൊക്കെ പാറുവിന്റെ തീരുമാനമാണ്. എപ്പോ കെട്ടണം എന്നുള്ളതും പാറുവിന്റെ തീരുമാനമാണ്. പക്ഷെ നമുക്ക് കൊതിക്കാലോ, ഇല്ലേ? ഫ്രീ ആയിട്ട് കൊതിയൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണല്ലേ മാറും. അതൊക്കെ വരും, നോക്കിക്കോ. എന്റെ കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ മുഖം കാണിക്കരുതെന്നാണ് അമ്മ പറഞ്ഞത്. 6 മാസം കഴിഞ്ഞിട്ട് മുഖം വന്നിട്ടേ ഇല്ല. അല്ല, 6 മാസം കഴിഞ്ഞപ്പോ അഖിലേന്റെ കല്യാണമായി അല്ലേ? അപ്പൊ ഞാനപ്പോ പറഞ്ഞത് ഇനി അടുത്ത 6 മാസം കഴിയുമ്പോ നോക്കിയിരുന്നു. 6 മാസത്തെ ആര് വരാൻ പറയാൻ പറ്റില്ല. എല്ലാം അതിൻ്റെതായ സമയത്ത് അങ്ങ് നടക്കും. അപ്പൊ നമുക്കിനി അഖിലേനെ കണ്ടിട്ട് കാണാം. അതിന്റെ ഇടയ്ക്ക് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണാം. അതിങ്ങനെ ഫേസിൽ ഇങ്ങനെ ഒപ്പുന്ന ഒരു സാധനം. ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങിച്ചോണ്ട് വന്നു അച്ചു. ഓഡിറ്റോറിയത്തിലെത്തി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അഖിലുവിനെ കാണാൻ പോകും. സ്വീകരണമായി. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, എന്നാലും കുഴപ്പമില്ല. നമ്മളെത്തി. നിന്നെ ഞാൻ വീഡിയോയിൽ എടുക്കൂലി. റിയാക്ഷൻ കിട്ടിയില്ല കേട്ടോ. മിക്സഡ് ഫീലിങ്സ് ആണ്. പാറുവിന് എങ്ങനെയാ ഫീലിങ്സ് ഒക്കെ അറിഞ്ഞിട്ട് വേണം. എന്നിട്ടാണ് പാറു തീരുമാനിക്കാൻ.
നമ്മള് 2 മണിക്കൂർ കഴിഞ്ഞ് വരും.